ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നമ്മോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ദൈവത്തിൻ്റെ പ്രത്യേക സംരക്ഷണത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ യാത്രകളിൽ നാം പോകുന്ന കാര്യങ്ങളിൽ വിജയം വരിക്കുന്നതിന് നമ്മുടെ എല്ലാ ഉദ്യമങ്ങളിലും, നമ്മുടെ സംസാരത്തിൽ, പ്രവർത്തനത്തിൽ, ചിന്തയിൽ, നമ്മുടെ അപ്പിയറൻസിൽ എല്ലാം ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കുന്നതിലും നമ്മെ കേൾക്കുന്നവരിലൂടെ, നാം ഇടപഴകുന്നവരിലൂടെ ഇന്ന് ദൈവം പ്രവർത്തിക്കുന്നതിന് ഇടവരുത്തണമേ എന്നും എല്ലാവിധ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും, അമിതമായ മഴയിൽ നിന്നും, വെള്ളപ്പൊക്കത്തിൽ നിന്നും, കൊടുങ്കാറ്റിൽ നിന്നും, ഉരുൾപൊട്ടലിൽ നിന്നും, മണ്ണിടിച്ചിലിൽ നിന്നും എല്ലാം ദൈവത്തിൻ്റെ പ്രത്യേക സംരക്ഷണം നമുക്കുണ്ടാകാനും നമ്മുടെ കൂടെ ഇന്ന് ദൈവം കൂടെയുണ്ടാകുന്നതിന് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ ഭവനത്തിൽ നിന്ന് പുറത്തു പോകുന്നവർക്ക് പ്രത്യേക സംരക്ഷണത്തിന്, ഭവനത്തിലായിരിക്കുന്നവർക്ക് സംരക്ഷണത്തിന് വേണ്ടി ദൈവത്തിൻ്റെ അത്ഭുത കാവൽ നമുക്കുണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്നത്തെ നിയോഗങ്ങളെ സമർപ്പിച്ച് വിശ്വാസത്തോടെ അവിടുത്തെ തിരുവചനം നമുക്ക് ശ്രവിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 121. കർത്താവ് എൻ്റെ കാവൽക്കാരൻ, പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. നിന്റെ കാൽ വഴുതാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയില്ല. ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. കർത്താവാണ് നിന്റെ കാവൽക്കാരൻ. നിനക്ക് തണലേകാൻ അവിടുന്ന് നിന്റെ വലത്തുഭാഗത്തുണ്ട്. പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ നിന്നെ ഉപദ്രവിക്കുകയില്ല. സകല തിന്മകളിൽ നിന്നും കർത്താവ് നിന്നെ കാത്തുകൊള്ളും. അവിടുന്ന് നിന്റെ ജീവൻ സംരക്ഷിക്കും. കർത്താവ് നിന്റെ വ്യാപാരങ്ങളെ ഇന്നുമെന്നേക്കും കാത്തുകൊള്ളും. ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ കാവൽക്കാരനും ഞങ്ങളുടെ സംരക്ഷകനുമായ ദൈവമേ, ഇന്നത്തെ ദിവസം എല്ലാ ആപത്തനർത്ഥങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടി ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്നു. ഈ ദിവസം തുടങ്ങുന്നതിന് മുൻപ് കർത്താവെ, ഈ ദിവസത്തെ എല്ലാ പ്രവർത്തനങ്ങളെയും, ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ കാൽപാദത്തിങ്കൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ മേഖലയിലും ഇന്ന് ഞങ്ങൾക്ക് സംരക്ഷണം നൽകണമേ. ഇന്ന് യാത്ര ചെയ്യുന്നവർക്ക്, ഇന്ന് വൻ കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ പോകുന്നവർക്ക് എല്ലാം ദൈവം കാവലായിരിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇന്നത്തെ എല്ലാ ആവശ്യങ്ങളിലും നീ തുണയേകണമേ. ഞങ്ങളുടെ കുടുംബത്തിന്, ഭവനത്തിന്, കുടുംബാംഗങ്ങൾക്കുമേൽ നിന്റെ കൃപ ഒഴുക്കണമേ. നിന്റെ സംരക്ഷണവും കാവലും കരുതലും ഇന്ന് മുഴുവനായി ഞങ്ങൾക്കുണ്ടാകണമേ. ഇന്ന് ഞങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും വിജയം വരിക്കുന്നതിന് ദൈവമേ, നീ വിജയത്തിൻ്റെ നാഥനായ കർത്താവ് ഞങ്ങളോട് കൂടെ ഉണ്ടാകണമേ. ദൈവമേ, പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ട സാഹിൽ കുമാറിന് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ICUയിൽ അഡ്മിറ്റായിരിക്കുന്ന ഈ മകനെ അവിടെ നിന്ന് നീ രക്ഷിച്ച് പുറത്തു കൊണ്ടുവരണമേ. യാതൊരാപത്തും കൂടാതെ കർത്താവെ, അവനെ നീ പുറത്തു കൊണ്ടുവരണമേ. അവനെ നിന്റെ കരം സംരക്ഷിക്കണമേ. ദൈവമേ, അനാവശ്യമായ ഒരു മരുന്നും ഈ മകൻ്റെ ശരീരത്തിൽ കയറ്റാൻ നീ അനുവദിക്കരുതേ. ഈ മകനെ ICUവിനകത്തിൽ നീ പ്രത്യേകം സംരക്ഷിക്കണമേ. ICUയിൽ കിടക്കുന്ന എല്ലാ രോഗികളെയും, വെന്റിലേറ്ററിലായിരിക്കുന്ന രോഗികളെ, അപകട മേഖലയിൽ തരണം ചെയ്യാൻ ശ്രമിക്കുന്ന രോഗികളെ എല്ലാം നിന്റെ കരങ്ങളിൽ ഞാൻ ഏൽപ്പിച്ചു തരുന്നു. അപകടം പറ്റി ആശുപത്രിയിലായ രോഗികളെ സമർപ്പിക്കുന്നു. കർത്താവേ, നിന്റെ അത്ഭുത കരങ്ങൾ ഈ മക്കളെ നീ രക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിന്റെ കാവലും കരുതലും സൗഖ്യവും ഇന്ന് രോഗികളായ എല്ലാവർക്കും ഉണ്ടാകണം ഞാൻ പ്രാർത്ഥിക്കുന്നു. സാലമ ജോർജിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഉമിനീരിറക്കാൻ കഴിയാത്ത ഈ മകൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ മകളോട് നീ കരുണ തോന്നണമേ. സാഹിൽ കുമാറിനോട് നീ കരുണയുണ്ടാകണമേ. ആ കുടുംബത്തെ നീ രക്ഷിക്കണമേ. ഇന്ന് സാമ്പത്തിക ആവശ്യമായ എല്ലാവർക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിന്റെ അത്ഭുത കരം ഇന്ന് ഞങ്ങളോട് ഒപ്പം പ്രവർത്തിക്കണമേ. ഞങ്ങൾക്കാവശ്യമായ സഹായം ഇന്ന് ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവമേ, നീ ഞങ്ങൾക്ക് നൽകണമേ.
എല്ലാ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പോകുന്ന കാര്യങ്ങളിലെല്ലാം വിജയം വരിക്കാൻ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ആവശ്യങ്ങളെ, ഞങ്ങളുടെ വസ്തുവകകളെ, ഭവനത്തെ, ഞങ്ങൾ സംസാരിക്കുന്ന ഗവൺമെൻറ് അധികാരികളെ സമർപ്പിക്കുന്നു. ഇന്ന് ഞങ്ങൾക്ക് ഗവൺമെൻറ്റിൽ നിന്നും ആവശ്യമായ പേപ്പേഴ്സ് റെഡിയാക്കി കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എല്ലാം നിൻ്റെ കരങ്ങളിൽ ഞാൻ ഏൽപ്പിച്ചു തരുന്നു. ഞങ്ങൾക്ക് എല്ലാം ഒരുക്കുന്ന കർത്താവേ, ഇന്ന് ഞങ്ങൾക്കൊന്നിനും കുറവുണ്ടാകാതെ അന്തരീക്ഷ ശക്തികളിൽ നിന്നും ശത്രുക്കളിൽ നിന്നും ഇന്ന് ഞങ്ങളെ പ്രത്യേകം കാത്തുകൊള്ളണമേ. ഞങ്ങൾക്കെതിരെയുള്ള ശത്രുവിൻ്റെ എല്ലാ ഉപായങ്ങളെയും പദ്ധതികളെയും ഇന്ന് പാടെ നീ തകർത്ത് കളയണമേ. കർത്താവേ, എല്ലാവരും ഇന്ന് ഞങ്ങൾക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്നതിന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. നിൻ്റെ പരിശുദ്ധ സാന്നിധ്യം ഇന്ന് ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സകല തിന്മകളിൽ നിന്നും കർത്താവേ, ഇന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ ഭവനത്തിലായിരിക്കുന്നവരെ കാത്തുകൊള്ളണമേ. രോഗികളായിരിക്കുന്നവരെ കാത്തുകൊള്ളണമേ. നടക്കാൻ വയ്യാതെ വർഷങ്ങളായി ഭവനത്തിലായിരിക്കുന്നവരെ പ്രത്യേകം നീ കാത്തുകൊള്ളണമേ. നിന്റെ കാവൽ ദൂതന്മാർ അവർക്ക് ചുറ്റുമുണ്ടാകട്ടെ. നിന്റെ പരിശുദ്ധ സാന്നിധ്യം അവർക്ക് ചുറ്റുമുണ്ടാകണമേ. ഇന്നത്തെ എല്ലാ കാര്യങ്ങളും ദൈവമേ നീ ക്രമീകരിക്കണമേ. എല്ലാം എളുപ്പത്തിൽ സാധിച്ചെടുത്ത് തിരികെ ഭവനത്തിൽ സുരക്ഷിതമായി എത്തുന്നതിന് വേണ്ടി നീ ഞങ്ങളോട് കൂടെ ഉണ്ടാകണമേ. യാതൊരുവിധ നഷ്ടങ്ങളോ പരാജയങ്ങളോ അബദ്ധങ്ങളോ ഇന്ന് ഞങ്ങൾക്ക് സംഭവിക്കരുതേ. ഇന്നത്തെ ഞങ്ങളുടെ സാമ്പത്തിക ഇടപാടുകളെ നീ തന്നെ കൈകാര്യം ചെയ്യണമേ. ഞങ്ങളുടെ സമ്പത്തിനെ നീ തന്നെ ഉപയോഗിക്കണമേ. കർത്താവേ, അനാവശ്യമായ ചിലവുകളിൽ നിന്ന് ഇന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സമയവും ഞങ്ങളുടെ ആരോഗ്യവും ബുദ്ധിയും ശക്തിയും എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ സമ്പത്ത് അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, നിന്റെ ഇഷ്ടപ്രകാരം ഇന്ന് ഞങ്ങൾക്ക് ജീവിക്കാൻ അവിടുന്ന് ഞങ്ങളോട് കൂടെ ഉണ്ടാകണമേ, സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടിയും പ്രത്യേകമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിന്റെ കാവലും കരുതലും ഇന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകണമേ. ഇന്നെല്ലാം കൊണ്ടും നല്ലൊരു ദിവസമാകാൻ, സന്തോഷമുള്ള ഒരു ദിവസമാകാൻ നീ ഇന്ന് ഞങ്ങളോട് കൂടെ പ്രവർത്തിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് മുൻപേ പോയി എല്ലാ തടസ്സങ്ങളെയും മാറ്റി അന്തരീക്ഷം ഞങ്ങൾക്ക് അനുകൂലമാക്കി എല്ലാം ഇന്ന് നീ ക്രമീകരിക്കുന്നതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു. ഞങ്ങളുടെ യാത്രകളെ കൂടെ ഇരുന്ന് സംരക്ഷിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. എല്ലാ കാര്യങ്ങളും ഇന്ന് ഞങ്ങൾക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്നതിനും എല്ലാവരുടെയും, പ്രത്യേകിച്ച് അധികാരികളുടെ, അയൽവാസികളുടെ, ഞങ്ങൾ ഇടപഴകുന്ന എല്ലാവരുടെയും പ്രീതിക്ക് ഞങ്ങൾ പാത്രരാകുന്നതിനും കർത്താവേ, ഇന്ന് നീ ഞങ്ങളോട് കൂടെ ഉണ്ടാകണമേ, വിജയം നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ, അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാക്കരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം
ദൈവത്തിൻ്റെ പ്രീതിക്ക് നാം ഓരോരുത്തരും പാത്രരാകുന്നതിനു വേണ്ടി കർത്താവ് നമ്മോട് കരുണ കാണിച്ച് എല്ലാ കാര്യങ്ങളിലും നമുക്ക് വിജയം നൽകി ദൈവത്തിൻ്റെ പ്രത്യേക കാവലും കരുതലും പരിപാലനയും സംരക്ഷണവും ഇന്ന് നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഇന്നത്തെ ദിവസം ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന, ഇത് ഷെയർ ചെയ്യുന്ന എല്ലാവരോടും കൂടെ, നിങ്ങളുടെ കുടുംബാംഗങ്ങളോടുകൂടെ, ഭവനത്തിൽ വസിക്കുന്ന എല്ലാവരോടും കൂടെ, നിങ്ങൾ ഇടപഴകുന്ന എല്ലാവരോടും കൂടെ ഇന്നത്തെ ദിവസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.